ഗുഡ് മോർണിംഗ് ആൾ. മെയിനായിട്ട് പുറത്തുനിന്ന് വന്ന ന്യൂസാണ് US സ്റ്റോക്ക് ഫ്യൂച്ചർ ഡൗൺ. മെയിനായിട്ട് അറിയാമല്ലോ, അവിടുത്തെ ഷട്ട് ഡൗൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. US ഷട്ട് ഡൗൺ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ചൈന റിലേഷൻസിലുള്ള ഇഷ്യൂസുകൾ. അപ്പോൾ ഈ രണ്ട് ടെൻഷൻസും വെച്ച് നോക്കുമ്പോൾ അമേരിക്കയിൽ ഒരു വളരെയധികം കയറിയ മാർക്കറ്റാണ്. അതിൽ എക്സിറ്റ് വരുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. എന്തായാലും ഈ ചൈനീസ് ഇഷ്യൂ വളരെ ഗൗരവമായിട്ട് പോകുന്നുണ്ട് അവിടെ. ഓക്കെ, അതുപോലെ തന്നെ അവിടുത്തെ വളരെ ഗൗരവമായിട്ട് പോകുന്നു അവിടുത്തെ ഷട്ട് ഡൗണും. അപ്പോൾ ഇത് കാരണമാണ് പുറത്തെ മാർക്കറ്റ് ഡൗൺ ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 33 പോയിൻറ്റ് ഡൗൺ ആണ്. 33 പോയിൻറ്റ് ഡൗൺ ആണ് ഏകദേശം 8:10 AM. ഓക്കെ, ഏകദേശം പുറത്തെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെറിയ ഡൗൺ ട്രെൻഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓസിലേറ്റേഴ്സിൽ ചെറിയൊരു പ്രശ്നം വീണ്ടും കാണിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ കാണാം. കാര്യം ഇന്നലെ മാർക്കറ്റൊക്കെ അപ്പ് ട്രെൻഡ് ആണെങ്കിലും ഇവിടെ ഒരു സെൽ ട്രെൻഡ് വന്നിട്ടുണ്ട്. ഓക്കെ, സെൽ ട്രെൻഡ് അതൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ബാക്കിയൊക്കെ സെക്ഷനിൽ നിന്ന് പോസിറ്റീവാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും മാത്രം നെഗറ്റീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി ബുള്ളിഷ് ട്രെൻഡാണ്. ചില ഓസിലേറ്റേഴ്സ് നെഗറ്റീവായി കാണുന്നുണ്ട്. നമുക്ക് ആ കൂടി ഇവിടെ നെഗറ്റീവ് അറിയാവുന്നത് നമുക്ക് ട്യൂസ്ഡേ ആണ് നമ്മുടെ ദിവാലിയുടെയൊക്കെ മുടക്കുകൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ആഴ്ചയാണ് മെയിനായിട്ട് US അതുപോലെ തന്നെ പുടിൻ അല്ലെങ്കിൽ റഷ്യയായിട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ച നടക്കാൻ വന്നു ഉക്രൈൻ ബേസ് ചെയ്ത്. നിങ്ങൾ നോക്കൂ, കൃത്യമായിട്ടുള്ള പ്രഷറാണ് അവിടെ കൊടുക്കുന്നത്. ആദ്യം ഇന്ത്യയുള്ള പ്രഷർ കൊടുത്തു. അത് കഴിഞ്ഞ് ശരിക്കും റഷ്യക്കല്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റഷ്യക്ക് കൊണ്ട ഒരു പ്രഷർ തന്നെയാണ് ചൈന. അപ്പോൾ ചൈനയ്ക്കൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ചൈനയ്ക്കൊരു പ്രഷർ കൊടുക്കുമ്പോൾ ചൈനയും കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് കോർണറിലേക്ക് USൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ ബേസിക്കലി അടുത്ത ആഴ്ച പുടിനായിട്ടുള്ള ഒരു സംസാരം ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയും അതുപോലെ തന്നെ ഈ രണ്ട് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് ഉക്രൈൻ യുദ്ധം നിർത്തുക എന്നുള്ളതാണ്. ഉക്രൈൻ യുദ്ധം ക്ലോസ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് പുടിനും അത് സന്തോഷകരമായി മാറും. നമ്മുടെ രണ്ട് ഗവൺമെൻറ്റുകൾക്കും സന്തോഷമാവും. ആ സമയത്തിൽ ഏറ്റവും വലിയ പെർഫോമറായി മാറും US ഗവൺമെൻറ് അല്ലെങ്കിൽ ട്രംപ്. അപ്പോൾ ഈ ഒരു ചാൻസ്, ഇത് വലിയൊരു പ്രധാനപ്പെട്ട ചാൻസാണ്. ഇത് അടുത്ത ആഴ്ചയാണ് ഈ മീറ്റിംഗ്. ഇത് പോസിറ്റീവായിട്ട് മതിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും അപ്പാണ്, അമേരിക്കൻ മാർക്കറ്റ് സ്റ്റോക്ക് അപ്പാണ്, ഏഷ്യൻ മാർക്കറ്റും അപ്പാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡീവിയേഷനിൽ വല്ല അപകടം ഉണ്ടാവുന്നത് വരെ, ഇല്ലെങ്കിൽ ഇതിലൊരു പോസിറ്റീവ് ട്രെൻഡ് ആണെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്പ് ട്രെൻഡ്, അതല്ല ഇതിൽ വല്ല നെഗറ്റീവ് ട്രെൻഡ്സുകൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യതയുള്ളൂ. പിന്നെ നേരത്തെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അതിൽ വരുന്നതിന് കാരണം ചൈന എന്തായാലും ഒരു ഇഷ്യൂ തന്നെയാണ് അവർക്ക്. ചൈന വീഴണം, ചൈനയുടെ പ്രൊഡക്റ്റും ഏഷ്യൻ മാർക്കറ്റും വീഴുന്നതനുസരിച്ചാണ് ഈ തീരുമാനം ഒരു പോസിറ്റീവ് ട്രാക്കിൽ വരുന്നുള്ളത് ട്രംപിന് കൃത്യമായിട്ട് അറിയാം. പുടിനും ഏകദേശം കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് കരുതാം. FISൻ്റെ ഡാറ്റ ഇപ്പോഴും നല്ല മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഇന്നലെ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാലും FISൻ്റെ ഡാറ്റ തരക്കേടില്ലായിരുന്നു. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നല്ല ഡാറ്റകളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എക്സ്ട്രീമിൽ ഇന്ന് വേൾഡ് ഉണ്ടാക്കുന്ന ന്യൂസുകൾക്ക് മുകളിലുള്ള ഒരു റിയാക്ഷൻ, ഒരു കറക്ഷനാണ് ഇവിടെ വരുന്നുള്ളൂ. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ഞാൻ വളരെ ശ്രദ്ധിക്കപ്പെട്ട, വളരെ പേടിയോടുകൂടി കാണുന്ന ഒരു ന്യൂസായിരുന്നു ഗോൾഡ് ഹിറ്റിംഗ് 5000. ഈ ഒരു ന്യൂസ് JP മോർഗനാണ് ഡീൽ ചെയ്തേക്കുന്നത്. അറിയില്ല ഈ നിലയ്ക്കാണെങ്കിൽ ഗോൾഡിൻ്റെ ഒരു വാല്യുവേഷൻ. ഓക്കെ, അപ്പോൾ റെക്കോർഡ് ഹൈയിലേക്ക് ഗോൾഡ് പോയിരിക്കുകയാണ്. ഗോൾഡ് ബിസിനസ് നമുക്ക് ചെയ്യാൻ ഗോൾഡ് അല്ലെങ്കിൽ ETF എന്ന് പറയുന്നത് നമുക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ട്രേഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് MCXൽ
3-4 പ്ലാറ്റ്ഫോംസ് ഉണ്ട് സുഖമായിട്ട്. ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നു. പലരും അതിൽ ആ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വിളിച്ചാൽ പറഞ്ഞുതരാം. ഓക്കെ, റിസ്ക്കും കൂടി മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അതാണ് പറയാനുള്ളത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് മാർക്കറ്റ് എന്തായാലും ഉറപ്പാണ്. ഈ ഒരു ട്രെൻഡ് നമുക്ക് അടുത്ത ആഴ്ച വരുന്ന ഒരു ഗുഡ് ന്യൂസ് വരുന്ന തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉക്രൈൻ ഇഷ്യൂസും ക്ലോസ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് അടുത്തൊരു ഹൈ പോയിന്റിലേക്ക് വരും. ഹെവി കറക്ഷൻസ് പറഞ്ഞവർക്കൊക്കെ മാർക്കറ്റിൽ ഹെവി കറക്ഷൻസ് ഷെയർസിൽ വന്നേക്കാം, പക്ഷേ ഇൻഡെക്സിൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇൻഡെക്സ് ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ഊഹിച്ച് ബിസിനസ് ചെയ്യേണ്ടതാണ്. അതിൽ സ്റ്റോപ്പ് ലോസ് ഓപ്ഷൻ ആണെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അതല്ല ഫ്യൂച്ചറിൽ ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു 10 ആളിലും 9 ആളും ഫ്യൂച്ചറിൽ ക്യാരി ഓവർ ചെയ്യുന്നവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ, താങ്ക് യു.